ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ വൈകിട്ടാണ് കേട്ടോ എഴുന്നേക്കുന്നത്. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എഴുന്നേറ്റ് പിന്നെ കുറച്ച് നേരം ചെടിയുടെ പുറകെയൊക്കെ നോക്കി ചെടിക്ക് വെള്ളം ഒഴിച്ച് അങ്ങനെ പതുക്കെയാണ് കേട്ടോ കിച്ചണിലേക്ക് കയറുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇന്നിപ്പോൾ വിഷു ആണല്ലോ. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ കലക്കിച്ചുട്ടപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. മൈദപ്പൊടിയുടെ അപ്പമാണ്. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അതിൽ മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കറിയായിട്ട് ഇതാ മുട്ട റോസ്റ്റാണ്. ഒട്ടും തന്നെ ഗ്രേവി ഇല്ലാണ്ട് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതാണ് കുറച്ചും കൂടി ഇഷ്ടം കഴിക്കാനായിട്ട്. ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചാറോട് കൂടിയൊക്കെയാണ് ഉണ്ടാക്കാറ്. ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ ഞങ്ങളുടെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലേറ്റായിട്ടാണ് കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും കുറച്ച് ലേറ്റായിട്ടാണ്. പിന്നെ കുറച്ച് നേരം ടൈം എടുത്തിട്ടൊക്കെയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ എല്ലാവരും വീട്ടിലുള്ള കാരണം ആർക്കും അങ്ങനെ കാര്യമായിട്ട് വിശപ്പൊന്നുമില്ല. അപ്പോൾ കുറച്ച് സ്ലോലിയാണ് എല്ലാം ചെയ്യുന്നത്. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും എന്താ പറയുക, എല്ലാവരും ഒത്ത് വന്നിരിക്കുമ്പോൾ സമയമൊക്കെ ഒരുപാട് വൈകുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റത്തെ മാവ് വെച്ചിട്ട് ഒരു കുഞ്ഞപ്പം ഉണ്ടാക്കുമല്ലോ. വീട്ടിൽ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അതേപോലെ ആലുമി ഒരു കുഞ്ഞപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആള് വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ആഹിലും ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആലുമിന് പിന്നെ നമ്മളിങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ആവശ്യത്തിനുള്ളത് എടുത്ത് കഴിച്ചോളും. കുറച്ചേരം ഇതേപോലെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി കുറച്ച് പാട്ടൊക്കെ പാടി അങ്ങനെയൊക്കെ ഉണ്ടാ കഴിക്കുന്നത്. പിള്ളേർ പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ആലിമിനെ കൊണ്ട് പിന്നെ ഭക്ഷണം കഴിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് ടെൻഷനൊന്നുമില്ല കേട്ടോ. അവന് വേണം എന്നുണ്ടെങ്കിൽ അവൻ വേഗം കഴിച്ചോളും, അല്ലാന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ എഴുന്നേറ്റ് പോവും. പിന്നെ നമ്മൾ എത്ര നിർബന്ധിച്ചാലും കഴിക്കൂല. നമ്മളിങ്ങനെ പുറകെ നടന്ന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ വെച്ചുകൊടുത്ത ആൾക്ക് ആവശ്യമുള്ളത് വേഗം വേഗം കഴിച്ചോളും. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ആളെ കൊണ്ട്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ച സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഉച്ചയ്ക്കത്തെ ലഞ്ച് നമുക്ക് ഒഴിവാക്കാമെന്ന്. കാരണം ഒന്നാമത്തെ ലേറ്റായി. അപ്പം അതുകൊണ്ടിട്ട് ഹസ്ബൻഡ് പായസം മിക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായസം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് തന്നെയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ പായസത്തിനുള്ള പാല് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാല് ചൂടായതിന് ശേഷമാണ് കേട്ടോ മിക്സ് ചേർത്തേക്കുന്നത്. അപ്പം ആഹിലിനാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര ബോറടിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പകൽ മുഴുവൻ സ്കൂളിലും വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ പോകില്ല, അങ്ങനെയാണല്ലോ. അപ്പം ഇപ്പോൾ പകൽ വീട്ടിലിരുന്നിട്ട് ആൾക്ക് ഒട്ടും പറ്റണില്ല. പിന്നെ മൊബൈലാണെങ്കിൽ നമ്മുടെ ആലിമ വിട്ട് കൊടുക്കുകയുമില്ല. അപ്പം പിന്നെ ആഹിലിന് ഭയങ്കര ബോറടിയായിട്ട് എൻ്റെ അടുത്ത് കുറേ നേരം ലുഡു കളിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാഗ്നറ്റിൻ്റെ ആലിമിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മളിങ്ങനെ കളിക്കുന്നതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് കളിക്കാമെന്ന് ഓർത്തപ്പോഴേക്കും ആലും അത് അങ്ങോട്ട് വേഗം വാങ്ങിച്ചെടുത്ത്. അപ്പോൾ ആഹിലിന് ആകെ ദേഷ്യം വന്നിരിക്കാണ്ട്. അപ്പോൾ പറഞ്ഞാൽ ലുഡോ കളിക്കാമെന്ന്. അങ്ങനെ ലുഡോ കളിക്കാണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ആലും അവിടെ ഒറ്റയ്ക്കിരുന്ന് മാഗ്നറ്റും കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഈ ലുഡോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്ഥിരം കളിച്ചിരുന്ന വെച്ചാണ്ടോ. ഇപ്പോൾ ആലിമിനെ ഫ്രണ്ടായിരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ ഞാനും ഹസ്ബൻഡും മോനും കൂടി കളിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാനും ആഹിലും മാത്രമായി. ഇടയ്ക്ക് ഹസ്ബൻഡും കൂടാറുണ്ട് കേട്ടോ. എല്ലാവരും കൂടി ഉള്ളപ്പോഴാണ് നല്ല രസം. കാരണം നമ്മളിങ്ങനെ വെട്ടി നല്ല രസമാണല്ലോ. രണ്ടുപേരാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കളി തീർന്നു പോവും. അപ്പം ഇങ്ങനെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് കോഫി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഉച്ച സമയമാണേ, നമ്മൾ ഫുഡ് കഴിക്കുന്നില്ലല്ലോ. അപ്പം ഞങ്ങൾ കോഫി എടുത്തിട്ട് ഞങ്ങൾ പിന്നെയും കളി കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ ഫസ്റ്റത്തെ കഴിയാനായിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞത് ആഹില് ജയിക്കേണ്ട കളിയായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് പുറകിലായിരുന്നു കിടന്നിരുന്നേച്ച. പക്ഷെ എന്തുണ്ട്, അവസാനം കറങ്ങി വന്നപ്പോൾ ഞാൻ തന്നെ വിൻ ചെയ്തിട്ടോ. കാരണം ഇങ്ങനെയാണല്ലോ, ചിലപ്പോൾ ഒരു ഒന്നിന് വേണ്ടിയിട്ട് കുറേ നേരം കുത്തിയിരിക്കേണ്ടി വരും. അതേപോലെ ആഹില് കുറേ നേരം കുത്തിയിരുന്നു കേട്ടോ. ഞാൻ അപ്പോഴത്തേനും കറങ്ങി വന്ന് ഞാൻ ജയിച്ചു. ആലിമിന് ബോറടിച്ച് കഴിഞ്ഞപ്പോൾ മാഗ്നറ്റ് കയ്യിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ ആഹിൽ വേഗം അതെടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി കളിക്കാൻ കേട്ടോ. മാഗ്നറ്റ് ഇങ്ങനെയാണോ കളിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ കളിക്കാറ്.
ഈക്വലായിട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ മാഗ്നറ്റ് ആരുടെയാണോ ഒട്ടിപ്പിടിക്കുന്നത് അയാൾ ആ ഒട്ടിപ്പിടിച്ച മുഴുവൻ അയാളുടെ കയ്യിലേക്കാവും കേട്ടോ. അപ്പം ലാസ്റ്റ് കൂടുതൽ ആരുടെ അടുത്താണ് വരുന്നത് അയാൾ ഫെയിൽഡ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കളിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ നോക്കി വെക്കണം, ആ ഉരുണ്ടിരിക്കുന്നതൊക്കെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും കേട്ടോ. ബാക്കിയുള്ളതൊന്നും അങ്ങനെ അത്ര പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് നേരം ഇവരുടെ ഒക്കെ ഒപ്പം ഇരുന്ന് കളിച്ചു കേട്ടോ, കാരണം കുറേ നാളായി പിള്ളേരുടെ ഒക്കെ ഒപ്പം ഇരുന്ന് ലുഡോ ഒക്കെ കളിച്ചിട്ട്. അപ്പം ഹസ്ബൻഡാണെങ്കിൽ അവിടെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിലും ഞാൻ തന്നെ വിദഗ്ധമായിട്ട് ജയിച്ചു കേട്ടോ. ദാഹിലിൻ്റെ അടുത്ത് ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്, എൻ്റെ എല്ലാം ഞാൻ വെച്ച് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. പാലും ഇങ്ങനെ ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസം എന്തായി നോക്കാം. എന്താ പായസം ഏകദേശം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിന് ലാസ്റ്റത്തെ ഒരു സ്റ്റെപ്പാണ് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ നട്ട്സൊക്കെ ഇടുമല്ലോ, ആ സ്റ്റേജാണ് കേട്ടോ. ബാക്കി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ആലുവിൻ്റെ ഒപ്പം കുറച്ച് നേരം ഈ ബബിളിൻ്റെ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ആലുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആലുമ് കളിച്ച് ബോർഡ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലേക്ക് വരും. അപ്പം ഞാനിങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. അവന് വിൻ ചെയ്യാൻ പറ്റാത്തൊക്കെ ഞാനിങ്ങനെ ഹെൽപ്പ് ചെയ്ത് കളിച്ചു കൊടുക്കും. നമ്മളുടെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും വരാവുന്ന നമ്മളായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള 2 പേരാണ് ഇവർ. അവരിതാ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ കുൽഫി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുൽഫിയൊക്കെ കഴിച്ചു, അതിനുശേഷം പായസം കുടിച്ചു. പിന്നെ കുറച്ച് നേരം ഇരുന്ന് വിശേഷമൊക്കെ പറഞ്ഞതിന് ശേഷം അവരിതാ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അവർ മിക്കപ്പോഴും വരാറുണ്ട് കേട്ടോ. ആദ്യം നമ്മളുടെ തൊട്ടടുത്തായിരുന്നു താമസിച്ചിരുന്നു വെച്ചത്, ഇപ്പോൾ കുറച്ച് നീങ്ങിയാണ്, എങ്കിലും മിക്കപ്പോഴും ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഇവരെക്കുറിച്ച് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. പായസമൊക്കെ കഴിച്ചതിന് ശേഷം ഈവനിങ് ആയപ്പോൾ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് മുന്നിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ക്യാരറ്റ് ജ്യൂസ് കുടിച്ചു. ചില സമയത്ത് ഭയങ്കര മടിയാവൂലേ കുക്ക് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് അന്നൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് കുക്ക് ചെയ്യാത്ത കാരണം എനിക്ക് ഭയങ്കര മടിയായിട്ടോ ഫുഡ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഹസ്ബൻഡ് ചപ്പാത്തി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ മീൻകറി ഉണ്ട് കേട്ടോ, ഞാൻ അത് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. പിള്ളേർ രണ്ടുപേരും മുട്ട കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ആലമിന് ഇങ്ങനെ ഇട്ട് കൊടുത്ത് അവൻ അങ്ങനെ കഴിച്ചോളും, രണ്ടുകൂടി മിക്സ് ചെയ്ത് അങ്ങനെ കഴിച്ചോളൂ കേട്ടോ. പിന്നെ അതായത് ഇപ്പോൾ നൈറ്റാണ്, നൈറ്റും പതിവ് പോലെ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് മുന്നിലെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ നമ്മളിതാ കാരക്ക ഉപ്പിലിട്ടതാണ്. അപ്പം ഞാൻ ആലിമിന് ഇങ്ങനെ ഉപ്പിലിട്ടത് അങ്ങനെ ഉപ്പുള്ളത് അങ്ങനെ ഒന്നും അവൻ കഴിക്കാറൊന്നുമില്ല. അപ്പം ഞാൻ വെറുതെ കൊടുത്തപ്പോൾ അവൻ്റെ ഫേസ് എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട് വെറുതെ കൊടുത്താണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പിന്നെയും വന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഹസ്ബൻഡ് നമുക്കെന്നാൽ ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് ബീച്ചിലേക്ക് ഇറങ്ങാം കേട്ടോ. ചില ദിവസങ്ങളിൽ ഇതേപോലെ ഞങ്ങളങ്ങനെ ബീച്ചിൽ പോകാറുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ, ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസമാണ്, ഇന്നലെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ബീച്ചിലേക്ക് പോവാണ്. അപ്പോൾ അത്യാവശ്യം പടക്കങ്ങളും ഒക്കെ പൊട്ടുന്ന ഒച്ചയൊക്കെ കേൾക്കാം കേട്ടോ. വിഷുവിൻ്റെ തലേന്ന് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും ഉണ്ട് കേട്ടോ. റോഡിൽ ആളുകൾ പച്ചക്കറി വാങ്ങിക്കുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കായിട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. സാധനം ഇത്ര തിരക്ക് അങ്ങനെ കാണാറില്ലല്ലോ. ഷോപ്സൊക്കെ ഓപ്പൺ ആണ്. നമ്മൾ ചെറായിലെത്തിയിട്ടുണ്ട്. ചെറായിലാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ ആളുകളുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ടൈമിലൊക്കെ ആളുകൾ കുറയുന്നതാണ്. ഇനി നമുക്ക് ചെറായിലെ കാഴ്ചകൾ കാണാം. ഹസ്ബൻഡും മോനും കൂടി. ആലിമ ആദ്യമൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കണ ഒരു ഇതായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിങ്ങനെ വെള്ളമൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വിറച്ച് പേടിച്ചിട്ട് ഇങ്ങനെ തണുത്തിട്ട് വിറച്ചിങ്ങനെ നിൽക്കുവേ. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇങ്ങനെ തിര വരുമ്പോൾ തിരിച്ച് ഓടുന്ന ഇതായത് കാരണം ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങളുടെ കൈ പിടിച്ചിട്ട് വാന്നും പറഞ്ഞ് വിളിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ഫാമിലീസൊക്കെ അവിടെ വന്നിരുന്ന് കമ്പിത്തിരിയും മത്താപ്പം ഒക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളും അവരുടെ കൂടെ കൂടിയിട്ടാ. നല്ല രസമായിരുന്നു. ആലും അടുത്തേക്ക് ചെല്ലുമെങ്കിലും അവർ കയ്യിലേക്ക് കൊടുക്കുമ്പോഴത്തേനും അവൻ പേടിച്ച് തിരിച്ച് ഓടി വരുമായിരുന്നു. മൊത്തത്തിൽ നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. നല്ലപോലെ തിരയുണ്ടായിരുന്നു. എന്താ പറയുക, നല്ലൊരു അന്തരീക്ഷമാണല്ലോ എപ്പോഴും ബീച്ചിൽ. ഇതാ ഒരു കാറ്റിൻ്റെ ദിശ കൊണ്ടാണ് കേട്ടോ തീ അങ്ങോട്ടേക്ക് പോകുന്നത്. തീപ്പൊരികൾ അങ്ങോട്ടേക്ക് പോകുന്നത് കാറ്റ് അങ്ങോട്ടേക്കാണല്ലോ, അതുകൊണ്ടിട്ടാണ് കേട്ടോ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ നമ്മളുടെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആയിട്ട്, ഞങ്ങളിങ്ങനെ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ടൈമിൽ
ഒക്കെ ബീച്ചിൽ പോകാറുണ്ട് കേട്ടോ. നമ്മളുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവും, കുറച്ച് നേരം അവിടെയൊക്കെ കാറ്റൊക്കെ കൊണ്ട് നടക്കുമ്പോൾ. അങ്ങനെ മിക്കപ്പോഴും പോകുന്നൊരു പ്ലേസാണ് കേട്ടോ ചെറായി. നമ്മൾ നൈറ്റ് ടൈമാണ് പോകാറ്, ഈവനിങ് ഒന്നും അല്ല, നൈറ്റ് ടൈം തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്യാറ്. അപ്പോൾ ഇത്ര ഉള്ളോട്ടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.